ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഒത്തിരി പേര് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. വളരെ വളരെ സന്തോഷം. എങ്കിലും എല്ലാവരും കണ്ടാൽ മാത്രം പോരാ, അത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ഇന്ന് ചോതിയാണ്, ചോതി നക്ഷത്ര, അത്തം ചിത്തിര ചോതി. അപ്പം അത്തം കഴിഞ്ഞു. അത്തത്തിൻ്റെ അന്ന് നമ്മൾ പൂ മാത്രമേ ഇടുള്ളൂ. ചിത്തിര നാളിൽ നമ്മൾ രണ്ട് തരം പൂക്കളിടും. പക്ഷേ ചോതി നാളിൽ നമുക്ക് ചുവപ്പ് ചേർന്ന എല്ലാ പൂക്കളും ഇടാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ മുറ്റത്തിട്ട ഒരു നല്ല പൂക്കളാണ്. നാടൻ പൂക്കളാണ് കേട്ടോ, കാശ് കൊടുത്ത് വാങ്ങിച്ചതൊന്നുമല്ല. ചെടികളിലെ എൻ്റെ വീട്ടിൽ തന്നെ നട്ടു വളർത്തിയ ചെടികളുടെ പൂ കൊണ്ടിട്ടതാ പൂക്കളമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും പൂവിടാറുണ്ടോ? പൂവിടണം. പണ്ടൊക്കെ നമ്മൾ തൊടികളിലെല്ലാം കൂട്ടുകാർ കൂടി നടന്ന് പൂക്കൊട്ടയിൽ പൂവൊക്കെ പറിച്ച് നടന്ന ആ ഒരു കാലഘട്ടം ഞാനിപ്പോഴും മറന്നിട്ടില്ല. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ പൂക്കളം ഷെയർ ചെയ്യാം. ഇതാണ് എൻ്റെ പൂക്കളം. കണ്ടോ, ഞാൻ എൻ്റെ മുറ്റത്താണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്. അപ്പം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ്. മഴ പെയ്താൽ വെള്ളം കയറും. അതുകൊണ്ട് ഞാനൊരു തട്ട് പോലെ വച്ചിട്ട് അതിലാണ് ഈ പൂക്കൾ ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇതാണ് എൻ്റെ പൂച്ചെടികൾ. കണ്ടോ, അത്യാവശ്യം ചെടികളൊക്കെ ഞാൻ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഓർക്കിഡ്, അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ചെടി എല്ലാവർക്കും അറിയാമല്ലോ. ശംഖുപുഷ്പത്തിൻ്റെ വിത്ത് വേണ്ടവർ എന്നോട് പറഞ്ഞാൽ മതി, അതിൻ്റെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് മഞ്ഞ കോളാമ്പി, മഞ്ഞ ചെമ്പരത്തി, ഇത് മറ്റൊരു പൂച്ചെടിയാണ്. അതുപോലെ ചെത്തി, പിന്നെ ഇത് റോസ് കളർ ബോസം എന്നാണ് ഇതിന് പറയുന്നത്, ബോൾസ് എന്ന് പറയുന്നു. അതുപോലെ മഞ്ഞ ബന്ദി, അതുപോലെ മന്ദാരമുണ്ട്. മന്ദാര ചെടി കണ്ടോ, മന്ദാരത്തിൻ്റെ പൂ. അതുപോലെ ഇത് ഒരു നീല സൈസ് പടർന്ന് കിടക്കുന്ന ചെടിയാണ്. പിന്നെ അതുകൂടാതെ മറ്റ് ചെമ്പരത്തി പൂക്കൾ. അപ്പോൾ ഇതെല്ലാമാണ്. അപ്പോൾ എല്ലാ ചെടികളും തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിൽ നമുക്ക് പൂവിടാനായിട്ട് നല്ല സുഖമായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവരും പൂക്കളമൊക്കെ ഇടണം. നമ്മുടെ പഴയ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകണം. ഇനി നമുക്കെല്ലാവർക്കും വളരെ കുറച്ച് കാലമല്ലേ ഉള്ളൂ ഇതൊക്കെ ആഘോഷിക്കാൻ. അപ്പോൾ പൂവൊക്കെ ഇട്ട് മഹാബലിയെ എതിരേൽക്കണം. അതിന് വേണ്ടിയിട്ട് പൂവട ഉണ്ടാക്കണം. അതുപോലെ കുട്ടികളെല്ലാം വീട്ടിൽ വന്ന് അവർക്കെല്ലാം ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് നല്ല അടിപൊളി ഒരു ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഓക്കെ ഗൈസ്, ബൈ.